ഷെയ്ഖ് ഹസീനെ തുരുത്തി ഓടിച്ച് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ അധികാരത്തിലേറിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പാകിസ്ഥാനായിരുന്നു. കാരണം കഴിഞ്ഞ 50 വർഷം പാകിസ്ഥാന് സാധിക്കാത്തത് ഇപ്പോഴത്തെ വെറും 15 മാസങ്ങൾ കൊണ്ട് യൂനിസ് സാധിച്ചിരിക്കുകയാണ്. 1971 യുദ്ധത്തിന് ശേഷം ഇത് ആദ്യമായിട്ട് പാകിസ്ഥാന്റെ ഒരു യുദ്ധക്കപ്പൽ ബംഗ്ലാദേശിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത. പാകിസ്ഥാൻ നാവികസേനയുടെ PNS സേഫ് ആണ് 4 ദിവസത്തെ സൗഹാർദ്ദ സന്ദർശനത്തിനെന്ന പേരിൽ ബംഗ്ലാദേശിലെ ചിറ്റ്ഗോങ് തുറമുഖത്തിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ യുദ്ധക്കപ്പലിന് ബംഗ്ലാദേശ് നാവികസേന ഊഷ്മളമായിട്ടുള്ള സ്വീകരണവും നൽകിയിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ BNS യുദ്ധക്കപ്പലാണ് സ്വീകരണം നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റാഫ് ബംഗ്ലാദേശിൽ ഉന്നതതല സന്ദർശനം നടത്തുകയാണെന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് ദക്ഷിണേഷ്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പവർ ബാലൻസിൽ വലിയൊരു മാറ്റത്തിന്റെ സൂചന കൂടിയായതിനാൽ ഇന്ത്യക്ക് ഇത് കടുത്ത ജാഗ്രതയോടെയാണ് ഇന്ത്യ ഇതിനെ വീക്ഷിക്കുന്നത്. കാരണം ചിറ്റ്ഗോങ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ തീരത്തോട് ചേർന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാകിസ്ഥാൻ നാവികസേനയുടെ സാന്നിധ്യം ഇന്ത്യയുടെ കിഴക്കൻ കടൽ രേഖയ്ക്ക് തന്നെ നേരിട്ടുള്ള ഒരു സുരക്ഷാ ഭീഷണിയായിട്ടാണ് ഇന്ത്യ കരുതുന്നത്. ഈ ബന്ധത്തിന് പിന്നിൽ ചരട് വലിക്കുന്നത് ചൈനയാണോ എന്ന സംശയവും വിദഗ്ധർ പറയുന്നുണ്ട്. സിലിഗുരി ഇടനാഴിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യ 3 ഗാരിസൺ സൈനികരെ വിന്യസിച്ചിരുന്നത്. അവിടെ S-400 ഉൾപ്പെടെയുള്ള യുദ്ധസന്നാഹങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ റെഡി ആയിരിക്കുകയാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ഇത് വളരെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ബംഗ്ലാദേശിന്റെ തലവനായിട്ടുള്ള യൂനസ് ഈ ആർട്ട് ഓഫ് ട്രയംഫ് എന്ന മാപ്പ് അങ്ങനെ ഒരു ഭൂപടം, അതായത് ഇന്ത്യയുടെ ആസാം ഉൾപ്പെടെയുള്ള പ്രദേശം ബംഗ്ലാദേശിന്റെ മാപ്പിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാനും തുർക്കിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്മാനിക്കുകയുണ്ടായി. അന്ന് മുതൽ തന്നെ ഇന്ത്യ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ നാവികസേന ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ നിരീക്ഷണവും ഇന്റലിജൻസ് ശേഖരണവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വടക്ക് കിഴക്കിൽ ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണോ ഈ നീക്കമെന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അടുപ്പം ചൈനയുടെ സമുദ്ര യുദ്ധതന്ത്രങ്ങളുമായിട്ട് ചേർന്നാൽ ഇന്ത്യക്ക് അത് വലിയൊരു വെല്ലുവിളി തന്നെയാകും. എന്തായാലും ഈ പാകിസ്ഥാന്റെ ഈ യുദ്ധക്കപ്പൽ സന്ദർശനം വെറും സൗഹൃദ സന്ദർശനമായിട്ട് കണക്കാക്കാനാകില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ദക്ഷിണേഷ്യൻ സമുദ്രരേഖയിൽ പുതിയൊരു ജിയോ പൊളിറ്റിക്കൽ സമവാക്യം തന്നെ രൂപപ്പെടുന്നതിന്റെ സൂചനയാണ്. എന്തായാലും കരസേനാ മേധാവി കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന 2.5 വാർ ഫ്രണ്ട്, അതായത് 2.5 യുദ്ധമുഖം, അതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോൾ നാവിക തലത്തിൽ ജാഗ്രതയും നയതന്ത്ര തലത്തിൽ ഒരു മുന്നൊരുക്കവും ശക്തിപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അടുത്ത കാലത്ത് തന്നെ ബേ ഓഫ് ബംഗാളിൽ ഉണ്ടാകുന്ന ഓരോ നീക്കവും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.